സംസ്ഥാനത്തെ വെസ്റ്റ് നൈൽ പനിയും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാതെ ആരോഗ്യവകുപ്പ്. മഴക്കാലം സജീവമാകുന്നതോടെ പകർച്ചവ്യാധികൾ കൂടുതലായി പെരുകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ധനവകുപ്പ് ഫണ്ട് അനുവദിക്കാത്തതും കനത്ത തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. തിരുവനന്തപുരത്ത് നിന്ന് രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മി, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സംസ്ഥാനത്ത് വളരെയധികം പ്രതികൂലമായൊരു സാഹചര്യം തന്നെയാണ് ആരോഗ്യ മേഖല നേരിടുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ വെസ്റ്റ് നൈൽ പനിയും പകർച്ചവ്യാധികളുമൊക്കെയും പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിനിടെയാണ് ഇനിയിപ്പോൾ മഴക്കാലം വരാനിരിക്കുന്നത്. അതിനും വളരെ വലിയൊരു ആശങ്ക തന്നെയാണ് ജനങ്ങൾക്കിടയിലുമുള്ളത്. രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, ഒരുപക്ഷെ ആശുപത്രികളിൽ പോലും കൃത്യമായൊരു സജ്ജീകരണങ്ങളൊന്നും പോലും ഇതുവരെയും ഒരുക്കാത്തൊരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം, നേരത്തെ മുൻപ് നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ മരുന്ന് ക്ഷാമവും രൂക്ഷമായി തുടരുകയാണ്. അതിനാൽ തന്നെ ഇനി ഇത്തരത്തിൽ മഴക്കാലത്ത് പകർച്ചവ്യാധികൾ കൂടുതൽ വ്യാപകമായാൽ എന്ത് രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഒരു ചോദ്യം ഉയരുന്നത്. വിഷ്ണു, സംസ്ഥാനത്ത് വെസ്റ്റ് നൈൽ പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വലിയ രീതിയിൽ വ്യാപിക്കുന്നുണ്ട്. ഇനി ഈ ഒരു മെയ് അവസാനത്തോടുകൂടി സംസ്ഥാനത്ത് കാലവർഷം സജീവമാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. അങ്ങനെയാണെങ്കിൽ ഇനിയും ഈ രോഗവ്യാപനം ക്രമാതീതമായി ഉയരാനുള്ള സാധ്യതയാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്നത്. അത് വെസ്റ്റ് നൈൽ പനി, ഡെങ്കിപ്പനി, എലിപ്പനി, H1N1 ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ വലിയ രീതിയിൽ വ്യാപിക്കുമെന്നുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഈ മഴക്കാലം ആരംഭിക്കാൻ. എന്നിട്ടും സംസ്ഥാനത്തെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. തദ്ദേശ വകുപ്പ് അതിനൊരു കാരണമായി പറയുന്നത് ധനവകുപ്പ് ഫണ്ട് അനുവദിക്കാത്തതാണ് ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉൾപ്പെടെ പലതവണ ധനമന്ത്രിക്ക് കത്ത് നൽകിയിട്ടും ഫണ്ടൊന്നും തന്നെ ഇതുവരെയും അനുവദിച്ചിട്ടില്ല. കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്താൻ ഫണ്ടില്ലാത്ത തരത്തിലാണ് ഇപ്പോൾ തദ്ദേശ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യം വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി സംസ്ഥാനത്ത് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഡെങ്കിപ്പനി ഇതിനോടകം തന്നെ നിലവിൽ തന്നെ ഡെങ്കിപ്പനി ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സ തേടി എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മഴക്കാലം സജീവമാകുന്നതോടുകൂടി ഇനിയും അത് ക്രമാതീതമായി വർദ്ധിക്കും. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ ഇത്തരത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പ് ആവർത്തിച്ച് നൽകുന്നത്. മാത്രമല്ല, ആശുപത്രികളിലുള്ള മുന്നൊരുക്ക നടപടികളൊന്നും തന്നെ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. മരുന്നിന്റെ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടില്ല. കിടക്കകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ഇതുവരെയും അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. സംസ്ഥാനത്ത് മരുന്ന് ക്ഷാമം വളരെ രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. മരുന്ന് വിതരണ കമ്പനികൾക്ക് കുടിശ്ശിക നൽകാനുള്ളത് കൊണ്ട് തന്നെ കോടിക്കണക്കിന് രൂപയാണ് കുടിശ്ശിക ഇനത്തിൽ നൽകാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ മരുന്ന് പല സ്ഥലങ്ങളിലും മരുന്ന് ക്ഷാമം വളരെ രൂക്ഷമാണ്. ഈ മരുന്ന് ഇല്ലാത്തിടത്തേക്ക് ഉള്ള ആശുപത്രികളിൽ നിന്ന് കൊണ്ടുവന്നാണ് ഇപ്പോൾ ആ ഒരു പ്രതിസന്ധി പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. മരുന്ന് ക്ഷാമം ഒന്നുമില്ല എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അവകാശവാദം. എങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ് എന്നുള്ളതാണ്. അത്രത്തോളം പ്രതിസന്ധി സംസ്ഥാനം നേരിടുന്നുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് എല്ലാ മേഖലകളെയും വലിയ രീതിയിൽ പ്രതികൂലമായി ഏതായാലും ഈ ഒരു പകർച്ചവ്യാധി വ്യാപിക്കുന്നതിനെ വളരെ നിസാരവൽക്കരിച്ചാണ് സർക്കാർ കാണുന്നത്. ഇതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, വലിയ രീതിയിൽ രോഗവ്യാപനം വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്കൊക്കെ കടക്കും. കാരണം കനത്ത ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെട്ടത് കഴിഞ്ഞ 1-2 മാസമായി. അതുകൊണ്ട് തന്നെ ഇനി മഴക്കാലം വരുമ്പോഴും അത്ര തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. പകർച്ചവ്യാധികളൊക്കെ പടർന്നു പിടിക്കും. ഈ വെസ്റ്റ് നൈൽ പനിയൊക്കെ വർദ്ധിച്ചതിനും ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വലിയ രീതിയിൽ കൊതുകുകൾ പെരുകുന്നു എന്നുള്ളതാണ്. കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്നില്ല. ഈ കൊതുകുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പലയിടത്തും കേടായി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മാറ്റി പുതിയ ഉപകരണങ്ങൾ നൽകാനുള്ള പണം പോലും തദ്ദേശ വകുപ്പിന് അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്ന ഒരു കാര്യം. അത്രത്തോളം ഒരു സാഹചര്യമാണ് സംസ്ഥാനം നേരിടുന്നത്. ഏതായാലും ഈ ഒരു പ്രത്യേക സാഹചര്യം മുന്നിൽ കണ്ട് ധനവകുപ്പ് ആരോഗ്യവകുപ്പിന് കൃത്യമായി ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം നീങ്ങുമെന്നതിൽ സംശയമില്ല. വിഷ്ണു, വ്യക്തമാണ്. രശ്മി കാർത്തികയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.